12 സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ ഇന്ന് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. പല നോളജാണ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ +2 കഴിഞ്ഞിരിക്കുന്ന കുട്ടികളോട് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? നമുക്കൊരു കാര്യം ചെയ്യാം. +2 കഴിഞ്ഞ കുട്ടികളുടെ രക്ഷിതാക്കളോട് പറയാം. അവർ പറയട്ടെ. ഇപ്പോൾ നമ്മുടെ കുട്ടികളെ ആഗ്രഹിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഗോളിലെത്തണം, ഇന്ന അച്ചീവ്മെന്റിലെത്തണം. അവരെ കരിയർ ആരും ഇല്ലാണ്ട്, രക്ഷിതാക്കളില്ലാണ്ട്, മറ്റുള്ളവരില്ലാണ്ട്, ആരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് അവരെ ഉന്നത വിജയത്തിൽ എത്തിക്കാനുള്ള കാര്യങ്ങളും അതിന് വേണ്ട മോട്ടിവേഷൻസും കാര്യങ്ങളും രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കുക. നാട്ടിൽ എപ്പോഴും പഠിച്ചു വരുന്ന ഒരു തിയറി ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ കൂടുതലും പഠിക്കാൻ ശ്രമിക്കേണ്ടത് പല നാടുകളിൽ നിന്നും വരുന്ന ആളെ കൂടെ പഠിക്കണം. ഓരോരുത്തരുടെ സ്വഭാവം പഠിക്കണം, ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പഠിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് വളരുള്ളൂ. ഇന്ന് ബാംഗ്ലൂർ പഠിക്കുന്ന പിള്ളേർ എവിടെ എത്താതെ പോയിട്ടുണ്ടാവില്ല. കാരണം ആന്ധ്ര, തമിഴ്നാട്, നോർത്ത് ഈസ്റ്റ്, ഓൾമോസ്റ്റ് 12 സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ ഇന്ന് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. പല നോളജാണ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പേഴ്സണാലിറ്റി സ്കില്ല്, ബോഡി ലാംഗ്വേജ്. ഒരു ഇന്റർവ്യൂവിന് പോണ സമയത്ത് എക്സാമ്പിൾ പറയാട്ടോ. ഇപ്പൊ ഞാൻ എന്റെ കമ്പനി, എന്റെ OMR പറയുന്ന കമ്പനിയിൽ വന്നിട്ട് ഒരാൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. കേരളത്തിൽ പഠിച്ചിട്ട് ഡിഗ്രിയും MBA കേരളത്തിൽ നിന്ന് പഠിച്ചിട്ട് എന്റെ ഇന്റർവ്യൂവിൽ വന്നിട്ടിരിക്കുകയാണ്. ഒരാൾ ബാംഗ്ലൂർ വന്നിട്ട് പഠിച്ചിട്ട് എന്റെ ഇന്റർവ്യൂവിൽ വന്നിരിക്കുകയാണ്. കേരളത്തിൽ പഠിച്ച ഒരാളെയും ബാംഗ്ലൂർ പഠിച്ച ഒരാളെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവന്റെ പേഴ്സണാലിറ്റിയിൽ അവന്റെ ബോഡി ലാംഗ്വേജ് നോക്കുന്ന സമയത്ത് ഡിഫറൻസ് ഉണ്ടാവും. എങ്ങനെ ഒരു പൊസിഷനിൽ സംസാരിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അവർക്ക് പറയാൻ കിട്ടില്ല. മറ്റൊരാൾക്ക് പല ക്വാളിറ്റി ഉണ്ടാവും. സ്വാഭാവികമായിട്ട് എന്റെ കമ്പനി വളരണമെന്നുണ്ടെങ്കിൽ അവനെ വെച്ചിട്ട് എനിക്ക് കാര്യമുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ വികസനം എന്ന് പറയുന്ന സാധനം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് പിള്ളേർ ജർമ്മൻ ആവട്ടെ, മറ്റുള്ള കൺട്രീസ് ആവട്ടെ, ഷെങ്കൻ കൺട്രീസ് ആവട്ടെ, പല ഏരിയകളിലും പോയിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നത്. അപ്പൊ നമ്മുടെ മക്കളെ ആഗ്രഹിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. അവരെ ഗോളിൽ എത്തിപ്പെടാനുള്ള മോട്ടിവേഷനും കാര്യങ്ങളും കൊടുക്കുക. എന്നാൽ അവർക്ക് സക്സസ് ഉണ്ടാവുള്ളൂ.